തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നൊരു പുതുചരിത്രം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമല്ല, മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ആ പദ്ധതിയാണ് മേയർ കെയർ പദ്ധതി. ആ മേയർ കെയർ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ ജീവനക്കാർക്ക്, എല്ലാ ജീവനക്കാർക്കും മേയറുടെ ഒരു കൈത്താങ് നൽകുകയാണ്. മേയർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നാലും ഒരു വലിയ സംരംഭം, ഒരു ചരിത്ര നിമിഷത്തിലേക്കൊക്കെയാണ് കടക്കുന്നത്. എന്താണ് മേയർ കെയർ? ഇന്ന് ജീവനക്കാർക്ക് അവർക്കൊരു സമ്മാനവും നൽകുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അതായത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല പാരമ്പര്യമുള്ള കോർപ്പറേഷനാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ജനങ്ങളുടെ ഭാഗത്ത് വലിയ പ്രതീക്ഷയും വിശ്വാസമാണ് ഈ കോർപ്പറേഷൻ്റെ ഭരണസമിതിയിലും ജീവനക്കാരിലുമൊക്കെ തന്നെ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സഹായവും ചെയ്തു തരാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത്, കോർപ്പറേഷൻ്റെ ഭരണത്തിലെ വിജയമെന്ന് പറയുമ്പോൾ ഉദ്ദേശം 4000-ഓളം ജീവനക്കാരുണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ, ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ, മിനിസ്ട്രിയൽ സ്റ്റാഫ് ഉൾപ്പെടെ 4000-ഓളം ജീവനക്കാരുണ്ട്. 101 കൗൺസിലർമാരുമുണ്ട്. ഇവരൊക്കെ തന്നെ കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ അവരുടെ വിഷമതകളിലും സന്തോഷത്തിലും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മേയർ കെയർ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോർപ്പറേഷൻ്റെ ഓൺ ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഒരു രൂപ പോലും ചെലവഴിക്കാതെ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ താല്പര്യമുള്ളവർ നൽകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് 4000 പേർക്കും 4000 ജീവനക്കാർക്കും ഓണക്കോടിയും ഓണക്കിറ്റും കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 101 കൗൺസിലർമാരും കൊടുക്കുന്നുണ്ട്. ഓണം മേയറും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ ആഘോഷിക്കുമ്പോഴേക്കും മുഴുവൻ ജീവനക്കാരും അതേ വേവ് ലെങ്തിൽ തന്നെ ഓണം ആഘോഷിക്കണം. അവർ ഉടുക്കുന്നത്, ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലും ശുചീകരണ ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വസ്ത്രം തന്നെയാണ് ഞങ്ങൾ ഓണത്തിന് ധരിക്കുന്നത്. അവരുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും പാചകം ചെയ്യുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഓണം ആഘോഷിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് ഈ ഓണക്കിറ്റും ഓണക്കോടിയോ കൊടുക്കുന്ന ഒരു ചരിത്രം ഞങ്ങൾ കുറിക്കുകയാണ്. ഒരു ബൃഹത് പദ്ധതിയാണ്, വലിയൊരു ചിലവ്. ഒരു മേയറും മുൻകാലങ്ങളിലുള്ള ഒരു മേയറും കൊണ്ടുവരാത്ത ഒരു പദ്ധതി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നി? അല്ല, ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ്. നമ്മൾ നാടിൻ്റെ നാലാഭാഗത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ, കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച് യാത്ര ചെയ്യുമ്പോഴേക്കും കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ തയ്യാറാണ് എന്ന് ജനങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആശയമാണ്. സഹപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശയം. അപ്പോൾ ഓണം എന്തായാലും നമുക്കൊരു 4000-4500 പേർക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ള ഒരാശയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സഹായം പല ഭാഗത്തുനിന്നും പ്രതീക്ഷിച്ചതിലപ്പുറം വരികയാണ്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരെയും വിളിച്ച് കൊടുക്കാമെന്ന് വെച്ചു. ഇത് കൂടുതൽ പ്രവർത്തനത്തിന് പുതിയ ഊർജ്ജം. ഇപ്പം മേയർ, സെക്രട്ടറി, ജീവനക്കാർ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രതിപക്ഷ കൗൺസിലർമാർ ആശയപരമായ ചില വ്യത്യാസാഭിപ്രായമാണ്. പക്ഷേ പ്രവർത്തനത്തിൻ്റെയും വിജയത്തിൻ്റെയും കാര്യത്തിൽ നമ്മളൊക്കെ തന്നെ ഒറ്റക്കെട്ടായാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ കൂടി ഇതിലൂടെ സാധിക്കും. എല്ലാവരും തുല്യർ എന്നാണോ ജീവനക്കാർ എല്ലാവരും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് അങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമേ ആകത്തുകയായിട്ട് വിജയം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ആരെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത് എൻ്റേതല്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനക്കുറവ് ഉണ്ടാകും. ഇപ്പം തെരുവ് നായെ പിടിക്കാൻ പോകുന്ന ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷനെ മുഴുവൻ ബാധിക്കും. ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നു കഴിഞ്ഞാൽ ബാധിക്കും. അപ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിന്നാലേ കോർപ്പറേഷൻ വിജയിക്കുകയുള്ളൂ, ജനങ്ങൾ വിജയിക്കുകയുള്ളൂ, വലിയൊരു ജനതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചിന്ത എല്ലാവരിലും രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സാധിക്കുമെന്നുള്ളതാണ്. ഈ മേയർ കെയർ പദ്ധതി ആരംഭിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് പുസ്തകവും ബാഗൊക്കെ നൽകിക്കൊണ്ടാണ്. നഗരത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് എത്തിക്കാൻ സാധിച്ചോ ഇത്തവണ? അല്ല, ഞങ്ങൾ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്ലാൻ ഒരു 5000 കുട്ടികൾക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു 5500 കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം വലിയ പിന്തുണയാണ് അതിന് ലഭിച്ചത്. മേയർ എന്നുള്ള നിലയ്ക്ക് ആഗ്രഹിക്കുന്നത് അടുത്തതിന് ഈ പട്ടണത്തിലുള്ള എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കും. എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ചെയ്യും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മേയർ കെയർ പദ്ധതിയിലൂടെ ആദ്യം ഞങ്ങൾ തുടക്കം കുറിച്ച് അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് സ്കൂൾ പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടാണല്ലോ. അതിനുശേഷം സ്കൂളുകളിലേക്ക് പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്, മാതാപിതാക്കളുടെ ഭാഗത്ത് വലിയ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അടുത്ത വർഷം ഞങ്ങൾ ഇതിന് സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. എന്തായിരുന്നാലും മേയർ കെയറിന് എല്ലാവിധ ആശംസകളും. എന്തായിരുന്നാലും ജീവനക്കാർക്കൊപ്പം അങ്ങും ഇന്നത്തെ ദിവസം ഓണം ആഘോഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഓണാശംസകളും നേരെയാണ്. നന്ദി, സന്തോഷം.